ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തൊട്ട് നമ്മൾ ഓരോ മെസ്സേജസിലൂടെയും കടന്നു പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളോട് ഏറ്റവും ആദ്യം ഏത് സന്ദേശത്തെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് അതിൽ. അപ്പം ആദ്യം തന്നെ വിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള മെസ്സേജസ് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി. നമ്മൾ ഇന്ന് ആദ്യം വായിക്കാൻ പോകുന്നത് മേഘാലയയിലുള്ള ജിൻസൂറിന് ഈശോ കൊടുത്ത സന്ദേശങ്ങളിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി പ്രതിപാദിക്കുന്ന മെസ്സേജസും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ജോർജി ഷോബി എന്ന് പറയുന്ന ബാലനിലൂടെ കൊടുത്തിരിക്കുന്ന മെസ്സേജസിൽ പരിശുദ്ധ കുർബാനയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഏതാനും മെസ്സേജസുമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം നമ്മുടെ ജോൺ മാത്യു അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള 7 ദിവ്യമായ ഭക്തിയുടെ മാർഗങ്ങൾ എന്നാണ്. ഇത് ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ പ്രേരണയാൽ സന്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞെഴുതിയ പുസ്തകമാണ്. അച്ഛൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് തന്നെ ഈശോ പറഞ്ഞിരുന്നു ഇത് അനേകം ആൾക്കാരിലേക്ക് എത്തുമെന്നും 7ഓളം ഭാഷകളിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമെന്നും. ഇറ്റാലിയൻ ഭാഷ അടക്കം 7ഓളം ഭാഷകളിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന ഒരു പുസ്തകമാണ്. ഇതിലെ കാര്യങ്ങൾ വായിക്കുമ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള 7 മാർഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഇതിലെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോകാരംഭം മുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഭൂമിയിൽ ഏറ്റവും തിന്മ വർദ്ധിച്ചു നിൽക്കുന്ന അങ്ങ് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. നമുക്കറിയാം നോഹയുടെ കാലത്ത് ഭൂമിയിൽ പാപം വർദ്ധിച്ചപ്പോൾ ദൈവം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിച്ചു. അതിനുശേഷം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് സോദോം ഗൊമോറ എന്ന് പറയുന്ന നഗരത്തെ ലോത്തിനെയും കുടുംബത്തെ ഒഴികെ ആ നഗരത്തെ മുഴുവൻ ആകാശത്തിന് അഗ്നിയും ഗന്ധകവും വർഷിച്ച് ദൈവം നശിപ്പിച്ച് കളഞ്ഞു. അതിപ്പോഴും പാപത്തിൻ്റെ ഭയാനകമായ ഫലം നമ്മുടെ മനുഷ്യനെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീവകണിക പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് ചാവ് കടലായിട്ട് അവശേഷിക്കുന്നു. അപ്പം നമുക്കറിയാം അന്നത്തെ സോദോം ഗൊമോറയും അല്ലെങ്കിൽ നോഹയുടെ കാലത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അന്നത്തെ കാലം എത്രയോ ബെറ്റർ ആയിരുന്നു എന്ന്. ഇസ്രായേൽ ജനത പാപം ചെയ്തപ്പോഴെല്ലാം അവർക്ക് പണി കിട്ടിയിട്ടുണ്ട്, ദൈവം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പാപത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷ കിട്ടും, ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കാലഘട്ടം, നമ്മുടെ ഈ ഭൂമി ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. എന്നിരുന്നാലും മുഴുവനായിട്ടും ഈ ഭൂമി നശിച്ചു പോകാതെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിന് മെയിനായിട്ടുള്ള 2 റീസൺസ് ഇതാണ്. ഒന്നാമത്തേത് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, മാതാവിനോടുള്ള ഭക്തി. അതിൽ മാതാവിനുള്ള ഭക്തിയെ പറ്റിയും ജപമാലയെ പറ്റിയും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തൻ്റെ പുത്രനായ ഈശോ സകല ജനതകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ കുരിശിലെ ബലിയർപ്പണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രക്തസാക്ഷി ആവാനും എല്ലാവർക്കൊന്നും പറ്റില്ല. അതും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവാനുഗ്രഹം ഉള്ളവർക്കേ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ജനിച്ചവരും ഇപ്പം ജീവിക്കുന്നവരും ഇനി ജനിക്കാൻ പോകുന്നവരുമായ സകല മനുഷ്യരും ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാണെങ്കിൽ അതെന്തോരം വലിയ മഹത്വമായിരിക്കും പിതാവായ ദൈവത്തിന് കൊടുക്കുന്നത്. എന്നാൽ കേട്ടോ, അതിലും വലിയ മഹത്വമാണ് ദിവ്യബലിയിലൂടെ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നത്. അതായത് മനുഷ്യ രക്തസാക്ഷിത്വത്തിലൂടെ ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ പുത്രനായ ഈശോ തന്നെ തന്നെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് ബലിയർപ്പണത്തിലൂടെ ബലിയായിട്ട് തന്നെ സമർപ്പിക്കുകയാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഏറ്റവും വലിയ മഹത്വമാണ് പിതാവായ ദൈവത്തിന് കിട്ടുന്നത്. ഈ ഒരു ദിവ്യബലി, ഈ നിരന്തരമായിട്ട് നടക്കുന്ന ഈ നിരന്തര ബലി, ഈ വിശുദ്ധ കുർബാനയാണ് ഭൂമി ഇല്ലാണ്ടാക്കി നശിപ്പിച്ച് കളയുന്നതിന്, പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്നതിന്, ആ ശിക്ഷ നമുക്ക് കിട്ടുന്നതെന്നും നമ്മളെ ആ ശിക്ഷയെ തടഞ്ഞു നിർത്തുന്നത്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ പരിശുദ്ധ കുർബാന, അതായത് 4 ലക്ഷത്തിലധികം വരുന്ന വൈദികർ 24 ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തും ഇടതടവില്ലാതെ 24 മണിക്കൂറും ഒരു നിമിഷം പോലും ഗ്യാപ്പിടാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവ്യബലി. അപ്പം ഈ വിശുദ്ധ കുർബാനയിൽ ഒരു വിടവ് വന്നാൽ, വിശുദ്ധ കുർബാന ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നത്?
എന്നാൽ ഇത് സംഭവിക്കാൻ പോവാണ്. നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന സന്ദേശങ്ങളിലെല്ലാം നമ്മൾ ഇതിനെപ്പറ്റി കാണും. അതുപോലെ തന്നെ ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യമാണ്. ബൈബിളിൽ ഇതിനെപ്പറ്റി എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ഈ നിരന്തര ബലി നിർത്തലാക്കുന്നതും വിശ്വാസികൾ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മഹാപീഡനങ്ങൾ ഉണ്ടാകുന്നതും വരാൻ പോകുന്ന ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലത്താണ്. അതായത് ആന്റിക്രൈസ്റ്റ് നമുക്കറിയാലോ, ഒരു പൊളിറ്റിക്കൽ ലീഡർ എമേർജ് ചെയ്യും. ഒരു 3.5 വർഷത്തെ അവന്റെ ഭരണകാലം ഉണ്ടാകും. ആദ്യമേ അവൻ ചെയ്യുന്നത് ഈ വിശുദ്ധ കുർബാന നിർത്തലാക്കുന്ന കാര്യമാണ്. ഇനി ഇതിനെപ്പറ്റി ഈ 1290 ദിവസം എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ 3.5 വർഷമാണ്. പിന്നെ നിങ്ങൾ കണ്ടു ഒരു 1335 ദിവസം, ഒരു 45 ദിവസം എക്സ്ട്രാ അതിനെപ്പറ്റി പറയുന്നത്. അതിനെപ്പറ്റി ഈ കരുണയുടെ പുസ്തകത്തിൽ ജസ്റ്റ് പറയുന്നുണ്ട്. ആ ഭാഗം മാത്രം ഞാൻ ആദ്യം ഒന്ന് വായിക്കുവാണ്. ബാക്കിയുള്ള സന്ദേശങ്ങൾ നമ്മൾ പുറകെ കാണും. എതിർ ക്രിസ്തുവിന്റെ നാളുകൾക്ക് ശേഷം, എതിർ ക്രിസ്തു ഭൂമി മുഴുവൻ്റെയും മേൽ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ 3.5 വർഷം അവന്റെ ഭരണമായിരിക്കും. അവന്റെ മരണം ലോകമെങ്ങും പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം, ഈ ഭൂമി 45 ദിവസം കൂടി നിലനിൽക്കും. വർഷങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, ദിവസങ്ങൾ എന്നാണ്. ദൈവം ഈ 45 ദിവസങ്ങൾ നൽകുന്നത് എതിർ ക്രിസ്തുവിനാൽ വശീകരിക്കപ്പെട്ടവർക്ക് മാനസാന്തരത്തിനുള്ള ഒരു അവസരമായിട്ടാണ്. എന്നാൽ എതിർ ക്രിസ്തു അവർക്കായി അവശേഷിപ്പിച്ചിരിക്കുന്ന സമ്പത്തും സുഖസൗകര്യങ്ങളും അത്രയധികമായതിനാൽ രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല, എങ്കിലും അവർ മനസ്സ് തിരിയുകയില്ല. ഈശോ കൊടുത്തിരിക്കുന്ന സന്ദേശമാണിത്. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു കൺഫർമേഷൻ വന്നതുണ്ടോ? അത് ഈ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആ 45 ദിവസത്തിന്റെ കാര്യം. അതുപോലെ തന്നെ പുതിയ നിയമത്തിലാണെങ്കിൽ 2 തെസ്സലോനിക്കർക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുവാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. നിങ്ങൾക്ക് ആ ഭാഗം ഒന്നെടുത്ത് നിങ്ങൾ വായിക്കണം കേട്ടോ. അതായത് ഇപ്പൊ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന, പരിശുദ്ധാത്മാവിന്റെ ഭൂമി മുഴുവൻ മേലിലുണ്ടാകുന്ന ഈ പ്രവർത്തനം, അതുകൊണ്ടാണ് ഈ ശിക്ഷയെ ഇപ്പൊ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആന്റിക്രൈസ്റ്റിന്, സാത്താന് മുഴുവനായിട്ടും പ്രവർത്തിക്കാൻ, അന്ധകാരം വ്യാപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഈ വിശുദ്ധ കുർബാന എന്ന് നിന്ന് പോകുന്നുവോ, എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്ന് പോകുന്നുവോ, അന്ന് തുടങ്ങും എല്ലാ കഷ്ടതകളുടെ ആരംഭം. അതിനെപ്പറ്റി പറയുന്ന ചെറിയൊരു ഭാഗം കൂടെ ഞാൻ വായിക്കുവാണ്. മഹാപീഡനത്തിന്റെ കാലത്ത് എന്റെ പരിശുദ്ധാത്മാവ് പിൻവലിക്കപ്പെടുമ്പോൾ മനുഷ്യരാശിയുടെ മഹാഭൂരിപക്ഷവും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാകും. പാപം ചെയ്യുന്നതും എന്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നതും ഒരു സ്വഭാവമായി മാറും. അനേകർ തങ്ങളുടെ സ്വന്തം തൃഷ്ണകളെ തൃപ്തിപ്പെടുത്താനായി ഏതു കടുത്ത പാപവും ചെയ്യാൻ തയ്യാറാകും. അനേകർ ഒന്നിനു പിറകെ ഒന്നായി പാപങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി പറയുന്നു, അനുതപിക്കുക. അനുതാപം എന്നത് തെരഞ്ഞെടുപ്പല്ല, മറിച്ചൊരു തീരുമാനമാണ്. അതുകൊണ്ട് നല്ല തീരുമാനം എടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി പറയുന്ന ഭാഗം മാത്രം ഒന്ന് എടുത്ത് വായിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മ 1992 ഡിസംബർ 31 ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ സന്ദേശത്തിൽ മാതാവ് പറയുന്നുണ്ട്, നിരന്തര ബലി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണെന്നുള്ളത്. അപ്പം സൂര്യോദയം മുതൽ അസ്തമയം വരെ ദിവ്യബലി കർത്താവിൽ അർപ്പിക്കപ്പെടും. കാൽവരിയിൽ ക്രിസ്തു പൂർത്തിയാക്കിയ ബലിയുടെ പുനരവതരണമാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് വാദഗതി സ്വീകരിച്ച ജനങ്ങൾ പറയും, ഈ വിശുദ്ധ കുർബാന ഒരു ബലിയല്ല, മറിച്ച് അന്ത്യത്താഴ വേളയിൽ യേശു നടത്തിയ വിരുന്നിനെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ ഭോജനം മാത്രമാണതെന്ന്.
അങ്ങനെ ദിവ്യബലി സഭയിൽ നിർത്തലാക്കപ്പെടും. അനുദിന ദിവ്യബലി നിർത്തലാക്കുന്നതിലൂടെ എന്റെ ശത്രുവായ അന്തിക്രിസ്തു ആഗ്രഹിച്ച വിശുദ്ധ വസ്തുക്കളിലുള്ള ഭയങ്കരമായ അവഹേളനം അവൻ നേടിയെടുക്കും. 3.5 വർഷത്തോളം, അതായത് 1292 ദിവസങ്ങൾ ഈ അവസ്ഥ നീണ്ടു നിൽക്കും. 1290 ദിവസം. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതും ഈ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയുന്ന പോലെ 3-ാം ജെറുസലേം ദേവാലയം പണി കഴിക്കുമെന്നും അവിടെ വെച്ച് നടത്തപ്പെടാൻ പോകുന്ന നിരന്തര ദഹനബലിയാണ് ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് അവൻ നിർത്തലാക്കുന്നതുമാണ്. പക്ഷെ അങ്ങനെയല്ല. ജെറുസലേം ദേവാലയം, സോളമൻ രാജാവ് പണിത ജെറുസലേം ദേവാലയം ബാബിലോണിയൻ അറ്റാക്കിന്റെ സമയത്ത് നെബൂഖദ്നേസർ രാജാവ് നശിപ്പിച്ചു കളയുകയും അങ്ങനെ ഇസ്രായേൽ ജനത ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം അവർ സെക്കൻഡ് ടെമ്പിൾ പണിയുന്നു. ഹെറോദേസ് രാജാവ് പിന്നെ ഇത് പുതുക്കി പണിയും, അതായത് ഇച്ചിരി മോഡിഫിക്കേഷൻ നടത്തി ബ്യൂട്ടിഫുൾ ആക്കും, യഹൂദരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ സ്ലീഹന്മാര് ഈശോനെ ദേവാലയത്തിന് പണി കാണിച്ചു കൊടുക്കുമ്പോൾ ഈശോ പറയില്ലേ, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുമെന്ന്. അത് ഈശോ പ്രവചിക്കുകയായിരുന്നു. നമുക്കറിയാം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം AD 70 റോമാക്കാരുടെ അറ്റാക്കിന്റെ സമയത്ത് 2ാമത് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷം അവിടെ ഒരു ദേവാലയം ഇല്ല. ഇപ്പോൾ അത് വിലാപമതിൽ മാത്രമാണ്. 12,000 വർഷമായിട്ട് അവിടെ ബലിയൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇതിന് നിരന്തര ദഹന ബലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പരിശുദ്ധ കുർബാനയാണ്. അപ്പൊ നമുക്കിനി അടുത്തത് ഓരോ മെസ്സേജുകളും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് മേഘാലയയിലുള്ള മിസ് ജിങ്സൂറിന് ഈശോ നൽകിയ സന്ദേശങ്ങളിൽ പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള സന്ദേശങ്ങളാണ്. ഇത് കരുണയുടെ അവസാന മണിക്കൂർ പാർട്ട് 1 നിന്നുള്ളതാണ്. അതിലെ 2 സന്ദേശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം വായിച്ചാൽ മതിയെന്ന്. പക്ഷെ എനിക്ക് അതിൽ ഒരു സെൻറ്റൻസ് പോലും വിട്ട് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ 2 സന്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഞാനത് വായിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോകും. ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സന്ദേശം നോക്കാം. 61-ാമത്തെ സന്ദേശമാണ് ബൈബിളിനും പരിശുദ്ധ കുർബാനയ്ക്കും എതിരെയുള്ള നിയമങ്ങൾ. ആദ്യമേ തന്നെ മിക്കയിടങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ ബൈബിൾ നിരോധിക്കപ്പെടും. പുതിയ ഏകലോക മതം പരസ്പര സ്നേഹത്തിന്റെ പ്രാധാന്യം ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു പുതിയ വ്യാജ ഗ്രന്ഥം അവതരിപ്പിക്കും. അവർ നിർദ്ദയം ക്രിസ്തീയ നിയമങ്ങൾ തൂത്തെറിയുകയും എല്ലാ മതങ്ങളും വിശിഷ്യ ക്രൈസ്തവ മതം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തവരുടെ മേൽ അവർ വലിയ ശിക്ഷകൾ നടപ്പിലാക്കും. ഈ തിന്മയുടെ അടിസ്ഥാന കാരണം കമ്മ്യൂണിസമാണ്. എൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് എൻ്റെ മക്കളെ വഞ്ചിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്ക് രൂപം കൊടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അനേകർ മുന്നോട്ട് വന്ന് എൻ്റെ ജനനത്തിൻ്റെ സത്യാവസ്ഥയെ ചോദ്യം ചെയ്യും. എൻ്റെ അമ്മയുടെ പരിശുദ്ധിയെയും മരിച്ചവരിൽ നിന്നുള്ള എൻ്റെ പുനരുത്ഥാനത്തെയും അവർ ചോദ്യം ചെയ്യും. അവർ ഇക്കാര്യങ്ങളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞ് അവയെ പൈശാചികമായി ചിത്രീകരിക്കുകയും ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. അവർ എൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞു പരത്തുകയും എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മോശമായവ പറയുകയും ചെയ്യും. അവർ തിരുശേഷിപ്പുകളെ ആക്രമിക്കുകയും ചോദ്യം ചെയ്യുകയും അവ ക്രിസ്ത്യാനികളുടെ മനസ്സിലുള്ള വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവർ എന്നെക്കുറിച്ച് ഒന്നിനു പിറകെ ഒന്നായി നുണകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സഭയിലുള്ള നിങ്ങളിൽ അനേകർ തങ്ങൾക്ക് പഠിച്ചു കിട്ടിയ കാര്യങ്ങൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം മറന്നുപോയി. എൻ്റെ വാഗ്ദാനം, എൻ്റെ ഒരേ ഒരു വാഗ്ദാനം, എൻ്റെ ശരീരവും രക്തവുമാകുന്ന ജീവന്റെ അപ്പം നിങ്ങൾക്ക് നൽകാമെന്ന വാഗ്ദാനം തന്നെ. എന്നാൽ ഇനിയും നിങ്ങൾ ഒരിക്കൽ കൂടി എന്നെ നിഷേധിക്കും. നിങ്ങൾ ഇത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും പരിശുദ്ധ കുർബാനയെ എടുത്തു മാറ്റിക്കൊണ്ടായിരിക്കും. അതിനു പകരം നിങ്ങൾ അവിടെ സ്ഥാപിക്കുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവായിരിക്കും. പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ശരീരം നിങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നത് പോലെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ സഭയുടെ മരണം എന്നെ ഉപേക്ഷിക്കുന്നവരുടെ ആത്മാക്കൾക്ക് മരണം കൊണ്ടുവരികയും ചെയ്യും. അനുദിന ദിവ്യബലി ഇനി കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നറിഞ്ഞുകൊള്ളുക. വളരെ പെട്ടെന്ന് തന്നെ അത് ദൈവത്തിന് അർപ്പിക്കുന്ന വേറെ എന്തോ ഒരു ബലിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടും. വ്യാജ പ്രവാചകർ പരിശുദ്ധ കുർബാനയർപ്പണം നിർത്തലാക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാനത്ത് അതിനു പകരം ഒരു ഏകലോക വിജാതീയ അനുഷ്ഠാനം സ്ഥാപിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരം ലഭിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അനുയായികളായ നിങ്ങൾക്ക് അതിൻ്റെ കാരണം തിരിച്ചറിയാൻ കഴിയും. ഞാൻ എൻ്റെ പ്രബോധനങ്ങളിലൂടെയും എൻ്റെ ബലിയിലൂടെയും ലോകത്തിന് നൽകിയ സഭയെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എൻ്റെ കുരിശിലെ മരണം നിങ്ങൾക്ക് അതിപരിശുദ്ധമായ ദാനങ്ങൾ സമ്മാനമായി നൽകിയിട്ടുണ്ടല്ലോ. വ്യാജ പ്രവാചകൻ ഒരു പുതിയ രീതിയിലുള്ള കുർബാന അർപ്പിക്കണമെന്ന് പ്രഖ്യാപിക്കും.
പഴയ രീതിയിലുള്ള കുർബാന ഇനിമേൽ പ്രസക്തമല്ല എന്നും അവൻ പ്രഖ്യാപിക്കും. ആ പുതിയ കുർബാനയെ അംഗീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിന്ദിക്കുന്നവരായി ആരോപിക്കപ്പെടും. ഉടനെ തന്നെ മൃഗത്തിന്റെ സ്വാധീനമായിരിക്കും അനേകരെ നയിക്കുന്നത്. അതാകട്ടെ അന്ധകാരത്തിന്റെ തടവറയിലേക്കായിരിക്കും അവരെ കൊണ്ടുപോകുന്നത്. അവർ അനേകം വൈദികരുടെ ഹൃദയങ്ങളെയും ആത്മാക്കളെയും കീഴ്പ്പെടുത്തും. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എല്ലാ കുർബാനകളും നിർത്തലാക്കുകയും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്യുക എന്നതാണ്. എൻ്റെ മക്കളെ, ലോകത്തിലെ എല്ലാ സക്രാരികളിലും സന്നിഹിതമായിരിക്കുന്ന എൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള എൻ്റെ ദൈവിക സാന്നിധ്യം കൊണ്ട് തിന്മയെ ചെറുത്തു നിൽക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതാ, പരിശുദ്ധ കുർബാന നിർത്തലാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കപ്പെടുമ്പോൾ നിങ്ങൾ നിസ്സഹായരായി തീരും. എൻ്റെ മക്കളെ, പരിശുദ്ധ ബലി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കുകയില്ല. എൻ്റെ അനേകം മക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ പോകുന്ന അധിക്ഷേപവും അപമാനവും നിന്ദനവും ഓർത്ത് എൻ്റെ സ്നേഹാർദ്ര ഹൃദയത്തിൽ ഞാൻ എത്ര വേദനിക്കുന്നുവെന്നോ. എൻ്റെ പരിശുദ്ധ ബലി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് സത്യമായും എൻ്റെ സങ്കടമാണ്. കോവിഡ് മഹാമാരി നിങ്ങൾ ഓർക്കുന്നുവോ? അക്കാലത്ത് കോവിഡിന്റെ കാരണം പറഞ്ഞ് എൻ്റെ അനേകം മക്കൾ എൻ്റെ ശരീരവും രക്തവും എൻ്റെ അജഗണത്തിന് വെറും ഒരു അപ്പക്കഷ്ണം എന്ന പോലെ കയ്യിൽ കൊടുത്തത് വഴി എൻ്റെ മഹത്വത്തെ ദുഷിച്ചു. അവിശ്വസ്തരായ ഇടയന്മാരെ, കൂദാശ ചെയ്ത ഓരോ തിരുവോസ്തിയിലും ഞാൻ സത്യമായും ജീവനോടെയും ഉണ്ടെന്നും എന്നെ തന്നെ ദഹനബലിക്കുള്ള കുഞ്ഞാടായി എൻ്റെ ജനത്തിന്റെ ആത്മീയ ഭക്ഷണമായി നൽകുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എന്തൊരു അബദ്ധമാണിത്! പരിശുദ്ധ കുർബാന പുനരാരംഭിച്ചപ്പോൾ എന്നോടും എൻ്റെ ജനത്തോടുമുള്ള സ്നേഹത്തിന്റെ അഭാവം എത്ര അധികമായി നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. വിശ്വസ്തരായ ഇടയന്മാർ നടത്തുന്ന ഓരോ കൂദാശാ വേളയിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഞാൻ മാറുന്നത് കാണുക. കൂദാശ ചെയ്യപ്പെട്ട ഓരോ തിരുവോസ്തിയും എൻ്റെ അജഗണത്തിനുള്ള ആത്മീയ ഭക്ഷണമാണ്. എൻ്റെ വൈദികർ കൂദാശ ചെയ്യുന്ന ഓരോ തിരുവോസ്തിയിലും എൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സത്താഭേദം സംഭവിക്കുന്നു. നിങ്ങൾക്ക് ജീവനായി തീരാൻ വേണ്ടി എല്ലാ ദൈവ സ്വഭാവത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഞാൻ തന്നെയാണ് അവിടെ സന്നിഹിതനാകുന്നത്. എൻ്റെ അജഗണത്തിന് ആത്മീയ ഭക്ഷണമായി എന്നെ തന്നെ നൽകാനും എൻ്റെ വിശ്വസ്തരായ ഓരോ മക്കളുടെയും ഹൃദയങ്ങളിൽ വസിക്കാനും വേണ്ടി ഞാൻ തന്നെ ഓരോ പരിശുദ്ധ കുർബാനയിലും ഇറങ്ങി വരുന്നു. ഞാൻ വെറുമൊരു അപ്പക്കഷ്ണമല്ല, എൻ്റെ ജനത്തിന്റെ ദാഹവും വിശപ്പും ശമിപ്പിക്കുന്ന ജീവനുള്ള മന്നയാണു ഞാൻ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെറും ഒരു സാധാരണ അപ്പക്കഷ്ണം പോലെ എന്നെ എൻ്റെ ജനത്തിന് വിതരണം ചെയ്യുന്ന എൻ്റെ ചില ഇടയന്മാരുടെ ഹീനവും പ്രകോപനപരവുമായ പ്രവൃത്തി ഞാൻ അർഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അയോഗ്യതയോടെ തങ്ങളുടെ കരങ്ങളിൽ എന്നെ സ്വീകരിക്കുന്ന എൻ്റെ അനേകം മക്കളുടെ നികൃഷ്ടമായ നിന്ദനം ഞാൻ അർഹിക്കുന്നുണ്ടോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അയോഗ്യമായി എന്നെ കരങ്ങളിൽ നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും അവർ അതിന് പശ്ചാത്തപിക്കുകയും പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവനിന്ദയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ എന്നെ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ തന്നെയായിരിക്കും നിത്യതയിൽ എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളും സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് എൻ്റെ സഭയിലെ ഇടയന്മാരെ, ഭോഷന്മാരായ അജഗണമേ, നാളെ നിങ്ങൾ വിലപിക്കാതിരിക്കേണ്ടതിന് ഇന്നു തന്നെ വീണ്ടും ചിന്തിക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഞാൻ. കൂദാശ ചെയ്യപ്പെട്ട ഓരോ തിരുവോസ്തിയിലും അങ്ങേയറ്റം എളിമയോടെ ഞാൻ ജീവനായി മാറുന്നു. എൻ്റെ ദൈവികതയെ അനാദരിക്കരുത്. കൂദാശകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ദുർബലമാകുമെന്ന് ഓർത്തുകൊള്ളുക. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ഇപ്പോൾ തന്നെ കൂദാശകളിലൂടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ കൂദാശകളോട് ആദരവ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കും സത്യമായും എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. കൂദാശകൾ സ്ഥാപിച്ചതിനൊരു കാരണമുണ്ടെന്ന് ഓർക്കുക. ആത്മാവിന്റെ നിത്യജീവനായ നിങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളാണവ. അതില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് മരിക്കും. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിനുള്ള സമ്മാനമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ കൂദാശയെ ആദരിച്ചുകൊണ്ട് എന്നെ യോഗ്യമായ വിധത്തിൽ ആശ്ലേഷിക്കുക. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യം മനുഷ്യകരങ്ങളാൽ മലിനമാകാതെ നാവിൽ തന്നെ സ്വീകരിക്കപ്പെടണം എന്നതാണ്. ഈ പുതിയ നിയമങ്ങളൊന്നും ഞാൻ ആത്മാവിൽ നൽകിയവയല്ല, എൻ്റെ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതനുസരിച്ചുമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തെ ഗൗരവമായിട്ടെടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ ദൈവികതയെ കാത്തു സൂക്ഷിക്കണം എന്നതിനാൽ ഒരിക്കലും പരിശുദ്ധ കുർബാന
കൈകളിൽ കൊടുക്കരുത്. ഞാൻ അതിൽ ഒട്ടും സന്തോഷിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത 62ാമത്തെ മെസ്സേജ് വായിക്കാം. പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം. എന്റെ അടുക്കലേക്ക് വരിക, ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്വീകരിക്കുക. എന്നാൽ അതിനു മുൻപായി നിങ്ങളുടെ അയൽക്കാരനോട് രമ്യതപ്പെട്ടുകൊള്ളുക. മറ്റൊരാളെയും വിധിക്കാതിരിക്കുക. ഭൂമി പ്രകമ്പനം കൊള്ളുന്നത് പോലെ തന്നെ എന്റെ സഭയും പ്രകമ്പനം കൊള്ളുന്നു. കുർബാനയിൽ സംഭവിക്കുന്ന സത്താഭേദം എന്ന അത്ഭുതത്തിൽ വിശ്വാസമില്ലാത്തവർ ദിവ്യകാരുണ്യത്തിലെ എന്റെ യഥാർത്ഥ സാന്നിധ്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സ്വീകരിക്കുന്നതിൽ നിന്ന് എന്റെ മക്കളെ അവർ തടയുകയും ചെയ്യുന്നു. എന്റെ എത്രയോ മക്കൾ നേരായ രീതിയിലല്ല എന്നെ സ്വീകരിക്കുന്നത്. വായിൽ കിടക്കുന്ന ചൂയിങ്കമായിട്ടോ വെറ്റിലയും അടക്കയും പുകയിലയുമായിട്ടോ ഒക്കെ അവർ എന്നെ കൂട്ടിക്കുഴയ്ക്കുന്നു. എന്നിട്ട് അവർ തുപ്പുമ്പോൾ യാതൊരു പരിഗണനയും ഇല്ലാതെ എന്നെയും പുറത്തേക്ക് തുപ്പിക്കളയുന്നു. ദയവ് ചെയ്ത് എന്നെ യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കുക. നന്നായി ഒരുങ്ങി വേണം അത് ചെയ്യാൻ. എന്നെ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും എന്നെ വേദനിപ്പിക്കാനോ നിന്ദിക്കാനോ ഇടയാക്കരുത്. എന്റെ ശരീരവും രക്തവും, അതായത് എന്റെ യഥാർത്ഥ സാന്നിധ്യം, കുർബാന സ്വീകരണത്തിന് സമയത്ത് മാത്രമല്ല അതിനുശേഷവും സന്നിഹിതമാണ്. അതിലൂടെ ഞാൻ നിങ്ങളെ ജീവിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ പരിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചത് എന്റെ ശിഷ്യന്മാരിലൂടെ ഞാൻ പഠിപ്പിച്ച തരത്തിൽ യുഗാന്ത്യത്തോളം അത് അർപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. എന്റെ ജനം എന്നെ നാവിൽ തന്നെ സ്വീകരിക്കണമെന്നും എന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജനമേ, നിങ്ങളിൽ എത്രയോ പേർ ദിവ്യകാരുണ്യത്തിൽ എന്നെ അനാദരിക്കുന്നു. എത്രയോ പേർ എന്റെ ശരീരത്തെയും രക്തത്തെയും ദുഷിക്കുന്നു. എത്രയോ പേർ എന്നെ സ്വീകരിക്കുകയും എന്നാൽ അതേസമയം ദിവ്യകാരുണ്യത്തിലൂടെ എന്റെ സജീവ സാന്നിധ്യത്തെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ എന്നെ വണങ്ങാനും എന്നെ സ്നേഹിക്കാനുമായിട്ടാണ് എന്റെ ജനത്തെ ഞാൻ വിളിച്ചിരിക്കുന്നത്. എന്റെ ചില വൈദികർ എന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സത്താഭേദത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചില വൈദികരാകട്ടെ അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കണ്ടിട്ടും അതിൽ വിശ്വസിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ കുദാശാവേളയിൽ അവർ എന്നെ ഉയർത്തിയതിനു ശേഷം ഒരു ശ്രദ്ധയോ പരിഗണനയോ ഇല്ലാതെ എന്നെ താഴെ അൾത്താരയിലേക്ക് ഇടുന്നു. എന്റെ ശരീരവും രക്തവും ആദരവോടെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് ഓർക്കുക. എന്നെ നാവിൽ തന്നെ സ്വീകരിക്കുക. ഒരിക്കലും എന്നെ കയ്യിൽ സ്വീകരിക്കരുത്. എന്നെ സ്വീകരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൈകൾ നിങ്ങൾ അലക്ഷ്യമായി താഴേക്കിടുന്നു. അപ്പോൾ ആ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വ്രണിതമായ എന്റെ ശരീരത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ നിലത്തു വീഴാൻ നിങ്ങൾ അനുവദിക്കുന്നു. എന്റെ ശരീരത്തെ നിങ്ങൾ നിലത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കൈ അയോഗ്യമായതുകൊണ്ടോ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ടോ അല്ല, പിന്നെയോ എന്നെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടും എന്റെ പരിശുദ്ധ ശരീരത്തിന്റെ ഓരോ ചെറു കണികയുടെയും വില നിങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടുമാണ്. മക്കളെ, എന്റെ ശരീരവും രക്തവും കൊണ്ട് നിങ്ങളെ തന്നെ പോഷിപ്പിക്കുക. ദിവ്യകാരുണ്യത്തിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കായി നൽകുന്നുവല്ലോ. ചിലർ എന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴും അവരുടെ മനസ്സാക്ഷിയിൽ അവർക്കറിയാം അവരുടെ നോട്ടം, ചെവികൾ, കണ്ണുകൾ ഒന്നും വിശുദ്ധമല്ലെന്ന്. എന്നിട്ടും അവർ എന്നെ സ്വീകരിക്കുന്നു. സ്വന്തം സഹോദരനോടോ സഹോദരിയോടോ നല്ല ബന്ധത്തിലല്ലാത്തവർ ആരും എന്റെ മേശയ്ക്ക് മുൻപിൽ വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. എന്നെ സമീപിക്കുന്നതിന് മുൻപ് അവർ സഹോദരങ്ങളുമായി രമ്യതപ്പെടുക തന്നെ വേണം. എന്റെ ആലയത്തിൽ എന്നെ സന്ദർശിക്കാൻ വരുന്നവരുടെയും വരപ്രസാദാവസ്ഥയിൽ എന്നെ സ്വീകരിക്കുന്നവരുടെയും ആത്മാക്കളിലേക്ക് ഞാൻ സത്യമായും ആകൃഷ്ടനാകുന്നു. ഐക്യത്തിനു വേണ്ടി പോരാടുകയും തങ്ങളുടെ സഹോദരങ്ങളെ നിർമ്മല സ്നേഹത്തോടെ സ്നേഹിക്കുകയും ചെയ്യുന്ന എളിയ ആത്മാക്കളിലേക്കും ഞാൻ ആകൃഷ്ടനാകുന്നു. അതുപോലെ മറ്റു സന്ദേശങ്ങൾക്കിടയിലും വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ വായിക്കാം. എന്റെ സഭ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇപ്പോഴും മയക്കത്തിലാണ്. എതിർ ക്രിസ്തുവിന്റെ വരവിന്റെ സമയത്തേക്ക് സഭ ഒരുങ്ങിയിട്ടില്ല. എതിർ ക്രിസ്തുവിന്റെ പ്രഥമ ലക്ഷ്യം കത്തോലിക്ക സഭയാണ്. എന്റെ സഭയുടെ തലവന്മാരിൽ പകുതി പേരെങ്കിലും എന്നിൽ നിന്ന് അകറ്റുന്നത് വരെ അവൻ വിശ്രമിക്കുകയില്ല. അതുകൊണ്ട് എന്റെ ശരീരവും രക്തവും കൂദാശ ചെയ്യപ്പെടുന്നതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ കുർബാനയിലുള്ള എന്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന തരത്തിൽ കൂദാശ വചനങ്ങൾ മാറ്റപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ദൈവിക വാഗ്ദാനത്തോട് ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിക്കണം. അതുപോലെ തന്നെ ഈശോ പറയണു, വീഞ്ഞ് എന്റെ രക്തമായും അപ്പം എന്റെ ശരീരമായും മാറുന്നത് നിർത്തലാക്കപ്പെടും. വ്യാജ പ്രവാചകൻ ഉടൻ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അതിന് കീഴ്വഴങ്ങിയാൽ നിങ്ങളെ തന്നെ എന്നിൽ നിന്ന് അകറ്റുകയായിരിക്കും ചെയ്യുന്നത്. മാറ്റങ്ങൾ ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ദിവ്യകാരുണ്യം, അതായത് എൻ്റെ യഥാർത്ഥ സാന്നിധ്യം സത്യത്തിൽ മറ്റെന്തോ ആണെന്ന് അവർ നിങ്ങളോട് പറയും. ഇതുപോലെ അനേകം വ്യത്യസ്ത കാര്യങ്ങളും അവർ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കും.
ഇവയെല്ലാം അതിഭീകരമായ നുണകളാണെന്ന് ഓർത്തുകൊള്ളുക. പരിശുദ്ധ കുർബാന എന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരവും രക്തവും തന്നെയാണ്. നിങ്ങളെ എൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാനും സമയം ആഗതമാകുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആവശ്യമായ പോഷണം ലഭിക്കാനും വേണ്ടി നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണിത്. കുർബാനയെക്കുറിച്ച് എൻ്റെ പുരോഹിതന്മാർക്ക് പുതിയ ആധുനിക വ്യാഖ്യാനങ്ങൾ നൽകപ്പെടും. വിശുദ്ധമായവയെ അശുദ്ധമാക്കുന്ന പ്രക്രിയ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അതുപോലെ തന്നെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ വേദനിപ്പിക്കുന്ന അനേക നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. വിശേഷിച്ച് അൽമായർ പരിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആധുനിക സമൂഹത്തിന് ചേർന്നത് എന്ന വിധത്തിൽ കൊണ്ടുവരുന്നതും എന്നാൽ എന്നോടും എൻ്റെ നിത്യപിതാവിനോടുമുള്ള ഭക്തിയാദരങ്ങളെ ഇല്ലാതാക്കുന്നതുമായ പുതിയ നിയമങ്ങൾ എന്നെ ദുഃഖത്തിലാഴ്ത്തി കരയിപ്പിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ അമ്മ കേരളത്തിലെ ജോർജി ഷോബി എന്ന് പറഞ്ഞ ബാലനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി പ്രതിപാദിക്കുന്ന 1-2 സന്ദേശങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് 2022 ഫെബ്രുവരി 4 കൊടുത്തിട്ടുള്ളതാണ്. ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയൊക്കെ നോർമൽ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വായിക്കാം. എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. പക്ഷേ എൻ്റെ കണ്ണുനീർ നിങ്ങളുടെ അടുത്തെത്തുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ നേരെ മുഖം തിരിച്ച് കണ്ണടച്ച് ചെവി പൊത്തിയിരിക്കുന്നു. മക്കളെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ പറ്റാത്ത കാലം വരുന്നു. മക്കളെ, ഇപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ കുർബാന പൂർണ്ണമായും നിർത്തപ്പെടുന്ന കാലം വരും. മക്കളെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ പറ്റുന്ന ഈ കാലത്ത് നിങ്ങൾ അവനെ സ്വീകരിക്കുക. ദിവ്യകാരുണ്യം കാണപ്പെടാത്ത കാലം വരുന്നു. ഇനി വേറൊരു സന്ദേശം. ഓക്കെ. എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി, സകല മഹത്വവും പരിശുദ്ധ ത്രിത്വത്തിന്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പുത്രന്റെ ജീവനുള്ള ബലിയിൽ പങ്കെടുക്കുവിൻ. എൻ്റെ പുത്രന്റെ ജീവനുള്ള ബലിയാണ് പരിശുദ്ധ കുർബാന. അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന മുടക്കരുത്. അനുദിന ദിവ്യബലിയും അനുദിന ജപമാലയും മുടക്കാൻ പാടില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല. എന്നോടൊപ്പം എൻ്റെ പുത്രന്റെ ജീവിതം ധ്യാനിക്കുക. എൻ്റെ പുത്രന്റെ ബലിക്കായി ഒരുങ്ങുക. ഇനി അടുത്തൊരു സന്ദേശം. ഇത് 2022 ഏപ്രിൽ 7 കൊടുത്തതാണ്. ഇപ്പം നമ്മൾ വായിച്ച സന്ദേശത്തിനോടൊപ്പം ആ സെയിം ഡേറ്റിൽ തന്നെ. എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, പരിശുദ്ധ കുർബാന കേവലം ഒരു ഓർമ്മയാചരണമല്ല, പിന്നെയോ എൻ്റെ പുത്രന്റെ ബലിയാണ്. എൻ്റെ ജപമാല എൻ്റെ കണ്ണീരും എൻ്റെ പുത്രന്റെ രക്തവും കൊണ്ട് ഞാൻ കോർത്ത സ്വർഗത്തിന്റെ മാലയാണ്. എടുത്തു പ്രയോഗിക്കുവിൻ. എൻ്റെ പുത്രന്റെ രക്തവും എൻ്റെ രക്തക്കണ്ണീരും കാണുമ്പോൾ പിശാച് ഓടിമറയുന്നു. കുഞ്ഞുങ്ങളെ, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ കലങ്ങി, എൻ്റെ വസ്ത്രങ്ങൾ കുതിർന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇനി അവസാനത്തേതായിട്ടൊരു മെസ്സേജോടെ ഞാൻ വായിക്കാം. 2022 മെയ് 23 നൽകിയ സന്ദേശമാണ്. എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ കൂടെ കൂടെ ജപമാലയും ദൈവകരുണയുടെ ജപമാലയും പ്രാർത്ഥിക്കുവിൻ. അനുദിന ദിവ്യബലിയും അനുദിന ജപമാലയും മുടക്കരുത്. വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഒരപ്പം ഭക്ഷിക്കുന്ന ലാഘവത്തോടെയാണ് നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ പുത്രനെ നിന്ദിക്കുകയാണ്. നിങ്ങളുടെ നാവിലിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ തിരുശരീരവും തിരുരക്തവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വൈദികൻ അൾത്താരയിൽ നിന്ന് എന്തെങ്കിലും പറയുകയല്ല, പിന്നെയോ തിരുസഭ നിശ്ചയിച്ചിരിക്കുന്ന കൂദാശ വചനങ്ങളിലൂടെ അപ്പവും വീഞ്ഞും എൻ്റെ പുത്രന്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുകയാണ്. ആക്ച്വലി ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്, ധ്യാനങ്ങളിൽ കേട്ടിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് വൈദികരുടെ ടോക്സുകളിൽ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി പറയാൻ ഒരാളേ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇതുപോലെ ടോക്സ് കേട്ടിട്ടാണ്. അതായത് കൂടുതലും ധ്യാനത്തിനോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലോ കേട്ടതിനേക്കാളുപരി ശരിക്കും അതൊരു ബോധ്യത വന്നത് അച്ഛന്മാരുടെ ടോക്സ് ഇങ്ങനെ യൂട്യൂബിൽ കേട്ടിട്ടാണ്. മെയിനായിട്ടും അതിനകത്ത് ഡാനിയൽ അച്ഛൻ്റെ. അപ്പം നിങ്ങൾ ഡാനിയൽ അച്ഛൻ്റെ ടോക്സ്, അതായത് ഡാനിയൽ അച്ഛൻ ആൻഡ് വിശുദ്ധ കുർബാനയിലെ എബൌട്ട് ഹോളി മാസ് എന്നൊക്കെ പറഞ്ഞ് ഈ കീവേഡ്സ് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വിശുദ്ധ കുർബാനയെ പറ്റി തന്നെ പറഞ്ഞേക്കുന്ന അച്ഛൻ്റെ ടോക്സുകൾ മെയിനായിട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിൽ. അപ്പം നിങ്ങൾ പറ്റുന്നിടത്തോളം ആ ടോക്സ് ഒക്കെ എടുത്തു വെച്ച് കേൾക്കണം കേട്ടോ. അല്ലെ ഡാനിയൽ അച്ഛനല്ല, ഏതെങ്കിലും അച്ഛന്മാർ
പറയുന്നതായിക്കോട്ടെ, എന്താണ് ശരിക്കും വിശുദ്ധ കുർബാന? ഞാൻ 1-2 വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എനിക്കറിയില്ലായിരുന്നു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാമെന്ന്. അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും അത് ചെയ്ത് വെച്ചേനെ. പക്ഷേ എനിക്ക് ഇനിയും തൊട്ടുള്ള വീഡിയോസിൽ ഞാനത് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ്, ഞാൻ കണ്ടിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇതുപോലെ ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം നിങ്ങൾ, കാരണം അത് ഞാൻ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആയിപ്പോവും. ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. അപ്പം നമ്മൾ വിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് വിശുദ്ധ കുർബാനയെന്ന് ഇതുപോലുള്ള അനുഗ്രഹീതമായിട്ടുള്ള അച്ഛന്മാർ പറയുന്നത് കേട്ട് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ സിമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, എന്താണ് ഈ പഴയ നിയമത്തിലാണെങ്കിലും ബലി അർപ്പിക്കുന്നത്, അതിങ്ങനെ മൃഗങ്ങളെയൊക്കെ ബലി കഴിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മൃഗത്തിൻ്റെ ബലി ദൈവത്തിന് എന്താണ് ആവശ്യം? അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡാനിയൽ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടപ്പോഴാണ് എനിക്കതിനകത്ത് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടിയത്, എന്തിനാണ് ഇത് ഇങ്ങനെ ബലി അർപ്പിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കത്തില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തുമില്ല. നിങ്ങൾ അതുകൊണ്ട് ഇതുപോലുള്ള വിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള ടോക്സ് നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് കാണണം, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന വൈദികരോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണം. ഏറ്റവും എളുപ്പം നമ്മൾ യൂട്യൂബിൽ കാണുന്നത് തന്നെയായിരിക്കും. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ, അതായത് ഈ അച്ഛന്മാരുടെ ഈ ടോക്കുകളൊക്കെ കേട്ടാൽ തന്നെ എന്താണ് ശരിക്കും ഇത് ഒരുപാട് അറിയാവുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അറിയാവുന്ന ആൾക്കാരെ പറ്റിയല്ല പറയണേ, അറിയാൻ മേലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത്. അറിയാവുന്ന ആൾക്കാർ ഇതൊക്കെ ഇഗ്നോർ ചെയ്തേക്ക്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ അതുപോലത്തെ ടോക്ക് എടുത്ത് കേട്ട് എന്താണ് വിശുദ്ധ കുർബാന, എന്തിനാണ് ഇങ്ങനെ ബലി അർപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എൻ്റെ കുർബാന അനുഭവങ്ങളെ പറ്റിയിട്ടാണ്. അതായത് മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ്. അപ്പം നമുക്കൊരു കുർബാനയ്ക്ക് പോകുമ്പം അതൊരു അനുഗ്രഹമാണെങ്കിൽ, ഒരു അനുഭവമാകണമെങ്കിൽ തന്നെ നമ്മളൊരു ആഗ്രഹത്തിൽ പോകണം. ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോകേണ്ടത് നിർബന്ധിച്ച് വിടുന്നത് കൊണ്ട് നമ്മൾ പോകുന്നു. അപ്പം ഞാനത് ചെറുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു സീനാണ്. ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്ന, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഒരു സീരിയലുണ്ട് ടി വിയിൽ. പണ്ട് ദൂരദർശനായിരുന്ന സമയത്താണ്, എന്തോ ശ്രീകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട എന്തോ സീരിയലായിരുന്നു. ഈ സീരിയൽ എനിക്കിഷ്ടമുള്ള സീരിയലാണ്. ഇത് കാണാൻ വേണ്ടി ഭയങ്കര മടിയാണ്. അതായത് കുർബാനയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് സപ്രാപ്രാർത്ഥനയുടെ സമയത്ത് ചെല്ലണം, അല്ലെങ്കിൽ കുർബാന കഴിയുമ്പോഴത്തേന് താമസിച്ച് എഴുന്നേറ്റ് എണ്ണിപ്പിച്ച് നിർത്തും, നാണക്കേടാണ്. അതുകൊണ്ട് നേരത്തെ പോകുന്നതാണ്. പക്ഷെ എന്നാൽ ഈ സീരിയൽ കാണാനുള്ള ആഗ്രഹത്തിൽ മുറ്റത്തിറങ്ങി നിന്നിട്ട് പോലും ഇങ്ങനെ നോക്കി 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 ഒരു വിധത്തിലാണ് പോകുന്നത്. അപ്പോൾ പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് എപ്പോഴും നമുക്കങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹത്തിൽ പോയിക്കൊണ്ടിരുന്നതല്ല. ഇനിയിപ്പോൾ ഞാനൊരു ജോലിക്ക് വേണ്ടി ദുബായിൽ പോയ സമയത്താണെങ്കിലും അന്ന് എൻ്റെ കൊളീഗ്സ് ഫിലിപ്പിനോസ് ആയിരുന്നു. അപ്പം ഫ്രൈഡേ, ഇപ്പോഴാണ് ദുബായിലൊക്കെ അവർ ഞായറാഴ്ച ദിവസം അവധി ദിവസമാക്കിയത്. നേരത്തെ ഫ്രൈഡേ ആയിരുന്നല്ലോ. അപ്പോൾ പൊതുവെ എല്ലാവരും ഈ ഫ്രൈഡേസിലാണ് ഞായറാഴ്ചയ്ക്ക് പകരമായിട്ട് കുർബാനയ്ക്ക് പോയിരുന്നതും ഞായറാഴ്ചയ്ക്ക് പകരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവർ പറഞ്ഞു, എൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്ന കൊളീഗ്സ് അവർ ഫ്രൈഡേ അവർക്ക് ഓഫ് എടുക്കാൻ അവർക്ക് ആഗ്രഹം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോ. ഒന്നാമത്തെ കാര്യം ഫ്രൈഡേ അല്ലല്ലോ, സൺഡേ ആണ് നമ്മളുടെ ഇതിൽ നമ്മൾ ആഘോഷിക്കുന്നത് നാട്ടിലൊക്കെ. അപ്പോൾ എനിക്ക് സൺഡേ ആണ് അവർ അവധി തന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫ്രൈഡേസിൽ അധികം വലിയ തിരക്കൊന്നുമില്ല, ഒറ്റയ്ക്കാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യുക. അപ്പം ഞാൻ ഫാർമസിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഫ്രൈഡേസിൽ. അല്ലാത്തപ്പോൾ ഞങ്ങൾ 3 സ്റ്റാഫായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഫ്രൈഡേയിൽ വർക്ക് ചെയ്യുമായിരുന്നു, സൺഡേയിലാണ് ഞാൻ ഓഫ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുർബാന കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടൊന്നും എടുത്തതല്ല. പക്ഷെ ഞാൻ അപ്പോഴും ഓർത്തു, സൺഡേ ആണെങ്കിൽ കുർബാനയ്ക്കും പോകാമല്ലോ ഇടയ്ക്ക്. അതായത് അവിടെ ഫ്രൈഡേസിൽ അല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും കുർബാനയുണ്ട് പള്ളിയിൽ. അപ്പോൾ നമുക്ക് രാവിലെയോ ഈവനിങ്ങിലോ എപ്പോഴും പോകാം. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് ഒരു സെലക്ട് ചെയ്ത് സൺഡേ സെലക്ട് ചെയ്തൊരു കാരണമാണെങ്കിൽ പോലും ഞാൻ കുർബാനയ്ക്ക് പോകുന്നത് വല്ലപ്പോഴുമായിരുന്നു. പിന്നെ കുമ്പസാരം, അതായത് കുർബാനയ്ക്ക് പോകുക അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ യോഗ്യതയോടെ സ്വീകരിക്കണമെങ്കിൽ കുമ്പസാരിച്ച് ഒരുങ്ങി വേണമല്ലോ നമ്മൾ കുർബാനയ്ക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ വെച്ച് കുമ്പസാരിച്ച ഓർമ്മയെ എനിക്കില്ല. അപ്പോൾ വർഷത്തിലൊന്ന് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ എങ്ങാണ്ട് കുമ്പസാരിച്ചിട്ടേ ഉള്ളൂ. ഒരു തവണ പോലും ഞാൻ അവിടെ വെച്ച് കുമ്പസാരിച്ചിട്ടില്ല. ഇംഗ്ലീഷ് കൺഫെഷൻ നടത്താനും അല്ലെങ്കിൽ മലയാളത്തിൽ നടത്താനും ഒക്കെ സൗകര്യം ഉണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളികൾ കുറവാണെങ്കിൽ പോലും. ഇവിടുത്തെ വെച്ചും നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ കുമ്പസാരം അങ്ങനെ നടത്തിയിട്ടേ ഇല്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതും
സൺഡേ അവധി കിട്ടിയിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല ഇപ്പം എല്ലാ വീക്കിലും സൺഡേ ആയിരുന്നു എന്നുള്ളത്. ചില സമയങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് ഈസ്റ്ററിന് പോലും എനിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് പോലും ഞാൻ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. അങ്ങനെ അതായത് ക്രിസ്മസ് ആണ്, ഈസ്റ്റർ ആണ്, പള്ളിയിൽ പോയേ പറ്റുള്ളൂ. എപ്പോഴൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതായത് ചില സമയത്ത് നമുക്കൊരു ആഗ്രഹം കയറുമല്ലോ. അതായത് നമ്മളിപ്പം ഒരു സ്പിരിച്വലി വീക്കായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വിഷമത്തിൽ ഇരിക്കുവാണെങ്കിൽ പള്ളിയിൽ പോയാൽ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടും, സമാധാനം കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ, പള്ളിയിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ പോകും. പക്ഷെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കുമ്പസാരവും ഇല്ല, മര്യാദയ്ക്ക് കുർബാനയ്ക്കും പോകത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു കുട്ടിയൊക്കെ ഉണ്ടാകും പ്രഗ്നൻസി സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുമ്പം വോമിറ്റിംഗ് ടെൻഡൻസി തോന്നിയാലോ അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായാലോ എന്ന് മുൻകൂട്ടി കണ്ട് പോവാതിരിക്കും. കൊച്ചുണ്ടായി കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ അതിനുശേഷം വീണ്ടും ഓരോരോ കാരണങ്ങൾ, കൊച്ചുമായിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കൊച്ചു കരയും മറ്റുള്ളവർക്ക് അത് അവർക്ക് ശല്യമായാലോ, ഇങ്ങനെ ഓരോരോ അൺനെസസറി റീസൺസ് പറഞ്ഞുകൊണ്ട് പോകത്തില്ല. എനിക്ക് ഏറ്റവും വിഷമം ഞാനിപ്പം മനസ്സിലാക്കുന്നത്, ഞാൻ ഞായറാഴ്ച കുർബാന പോലും മുടക്കുമായിരുന്നു. ദുബായിലായിരുന്ന സമയത്ത് മിക്കപ്പോഴും പോകത്തില്ലായിരുന്നു. ഞായറാഴ്ച ഓഫ് ആണെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അതിനുശേഷം ഈ കുഞ്ഞുണ്ടായിക്കെ കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച കുർബാന ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അതൊരു മാരക പാപമാണ്. കാരണം നമ്മൾ ഇപ്പോഴല്ലേ അത്രയും പാപബോധത്തെപ്പറ്റി, ഒരു പാപബോധം ഉണ്ടാകുന്നു, പാപത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ. ആ സമയത്ത് ഇനിയിപ്പോൾ പാപമാണെന്ന് പറഞ്ഞാലും നമ്മൾ അത്രയ്ക്കല്ലേ കണക്കിലെടുക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് കുർബാനയ്ക്ക് പോകുന്ന ഒരു ഒരുക്കം. അതായത് ആഗ്രഹം അത്ര തീവ്രമായ ആഗ്രഹത്തിലല്ല പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാര്യം പറയാം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, നമ്മൾ ഈ സന്ദേശങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെ പറ്റി ഈശോ പറയണത് കൈകളിൽ സ്വീകരിക്കരുത്, നാവിൽ തന്നെ സ്വീകരിക്കണമെന്ന്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നാവിലാണ് കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ കോവിഡിൻ്റെ സമയത്തും അല്ലാതെയൊക്കെ കയ്യിൽ കൊടുത്ത സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല ചില പള്ളികളിൽ കയ്യിൽ കൊടുക്കുന്നുണ്ടോ എന്ന്. ചില സമയത്ത് വീഞ്ഞിൽ മുക്കി കൊടുക്കാത്തപ്പം തിരുവോസ്തി മാത്രം ഉള്ളപ്പോഴും ഇങ്ങനെ കയ്യിൽ കൊടുക്കും അല്ലേ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ കൈകളിൽ സ്വീകരിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. കാരണം നാവിൽ സ്വീകരിക്കുമ്പോൾ നാവ് പോയി അച്ഛൻ്റെ കയ്യെ മുട്ടിയാലോ, നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത, എങ്ങനെയാണ് അച്ഛൻ എന്ത് തോന്നും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കയ്യിൽ കുർബാന സ്വീകരിക്കാനായിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നാവിൽ സ്വീകരിക്കുന്നതിനേക്കാളും കുറച്ചൊരു കംഫർട്ടബിൾ എന്ന് തോന്നുമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി. അപ്പം അങ്ങനെ കയ്യിലാണ് കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്, അത് പണ്ട് മാത്രമല്ല ഇപ്പോഴും കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും വിശുദ്ധ കുർബാന കൂടുതലും കൈകളിലാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് ഇംഗ്ലീഷ് മാസിന് പോകുന്നിടത്ത് അവിടെ കയ്യിൽ കുർബാന സ്വീകരിക്കുന്നവരുണ്ട്, നാവിൽ കുർബാന സ്വീകരിക്കുന്നവരുണ്ട്, മുട്ടുകുത്തി നിന്ന് നാവിൽ സ്വീകരിക്കുന്നവരുണ്ട്. ഓക്കെ, ആദ്യം വന്ന സമയത്ത് ഞാനും എല്ലാവരും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് പോലെ തന്നെ കയ്യിലാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ കുർബാനയുടെ സമയത്ത് കുർബാനയിൽ പങ്കുകൊള്ളുന്നത്, പല വിചാരം, അത് ഇപ്പോഴും ചില സമയത്ത് നമുക്കങ്ങനെ കുർബാന നമ്മൾ വിട്ടു പോകും എന്ന് പറഞ്ഞാലും പണ്ടത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുർബാന പുസ്തകം എടുക്കുന്നു, തുറക്കുന്നു, അന്നാപ്പെസഹ തുടങ്ങുന്നു, പിന്നെ ഒരൊറ്റ പോക്ക പോയി തിരിച്ചു വരുമ്പോഴത്തേനും സർവാധിപനാകും. സർവാധിപനായി പിന്നെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് വായിക്കുന്നതാണ്. സർവാധിപനെ കഴിഞ്ഞ് പിന്നൊരു പോക്ക, പിന്നെ നമ്മൾ അറിയത്ത് പോലും ഇല്ല എങ്ങനെ പോയത്, എവിടെ, പിന്നെ പോയി തിരിച്ചു വരുമ്പം അച്ഛൻ ബൈബിള് വായിച്ചതിന് ശേഷം പ്രസംഗം പറയാൻ വേണ്ടി ഇരിക്കാൻ പറയുന്ന സീനായിരിക്കും. അന്നേരം ബോധം വീഴുന്നത്. അപ്പം ഇരിക്കും. പിന്നെ ഇരുന്ന് കഴിഞ്ഞ് പ്രസംഗത്തിന്റെ സമയത്ത് പറയണ്ടല്ലോ, ഒന്നെങ്കിൽ ഇരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഓർത്തുകൊണ്ടും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കും. അതായത് പിന്നെ അത്ര നല്ല പ്രസംഗമാണ്, നല്ല ചിരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം അവിടെ ഇവിടെ കുറച്ചൊക്കെ ശ്രദ്ധിക്കും. പണ്ടത്തെ കാര്യമായിട്ടാണ് പറയണേ. പിന്നെ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഹെഡ് മാസ്റ്റർ എപ്പോഴും പറയായിരുന്നു, പ്രിയങ്കയുടെ എനിക്ക് പള്ളിയിൽ ഭയങ്കര സംസാരമാണെന്ന്. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. അതായത് സ്ഥിരം സൺഡേ സ്കൂൾ അധ്യാപകരുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. എന്നെ എപ്പോഴും പൊക്കുമായിരുന്നു പള്ളിയിൽ നിന്ന് വർത്തമാനം പറയുന്നതിന്. അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കാഴ്ചക്കാരായിട്ട് പോകുന്ന എന്തൊക്കെയോ. അതായത് ചില സമയത്ത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ, കുറച്ചുകൂടെ ബോധമായി കഴിഞ്ഞപ്പോഴത്തേനും വിശുദ്ധ കുർബാന പുസ്തകം ഉപയോഗിച്ച് ഭക്തിയോടെ ചെല്ലണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ മെയിൻ പ്രശ്നം, ഒന്ന്
വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അതായത് യോഗ്യത ഉണ്ടാവില്ല. നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങിയൊന്നും ആയിരിക്കില്ല. ഇപ്പം നാട്ടിൽ വളരുന്ന സമയത്ത് പോലും സാഹചര്യം ഉണ്ടെങ്കിലും മാസത്തിലൊന്നോ അല്ലെ 2 മാസം കൂടുമ്പോഴോ അല്ലെ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് കുമ്പസാരിക്കുന്നത് നാട്ടിലുള്ളപ്പോൾ പോലും. ഇനി കുമ്പസാരിച്ച് എന്തെങ്കിലും മാരകപാപം ചെയ്ത അവസ്ഥയിലാണെങ്കിൽ പോലും അതെന്തേലും നോക്കുവോ? നേരെ പോയി നാക്ക് കിട്ടി കുർബാന സ്വീകരിക്കും. മാരകപാപത്തെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ എനിക്ക് തന്നെ തോന്നും, കഴിഞ്ഞ ദിവസമല്ലേ കുറേ ചീത്തയൊക്കെ വിളിച്ചത്, ഇങ്ങനെ പോയി നാക്ക് നീട്ടും എന്നോർത്ത് പല അവസരങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഇരുന്നിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ ഇത്, വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് കുർബാന സ്വീകരിക്കാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് നോക്കി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഒരു അതിയായ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും പോകുന്നതിൻ്റെ ഒരു കാരണം നമുക്കൊരു പേടി. അതായത് പോയില്ലെങ്കിൽ നമുക്ക് പണി എവിടുന്നെങ്കിലും വന്നാലോ, അതായത് ദൈവത്തെ ഒരു പേടിച്ചിട്ട് അതിൻ്റെ പേരിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്, അതൊരു റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മുൻപ് പറഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് കഴിഞ്ഞ വർഷം ആ ഒരു ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആഗ്രഹത്തിൽ മമ്മിയോടൊപ്പം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തുടങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. മാക്സിമം ഞാൻ ഭക്തിപൂർവ്വമൊക്കെ പങ്കുകൊള്ളാൻ ശ്രമിക്കുന്നു. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കുർബാനയിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ, ഒരു ദിവസം പോലും വിടാതെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പല മാറ്റങ്ങൾ തുടങ്ങി. അതായത് വിശുദ്ധ കുർബാനയിൽ ഞാൻ ശരിയല്ല, ഇങ്ങനെ ഞാൻ നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. അതായത് മാരകപാപത്തിൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ പാടില്ല. അപ്പം ഞാൻ എന്നെ അടുത്തു പയ്യെ കുമ്പസാരിക്കുന്നത് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കണം. അതായത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ വീഡിയോസ് കാണുന്നതിൻ്റെയും അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വചനം വായിക്കുന്നു, എല്ലാറ്റിനും ഉപരി വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പോയി പങ്കെടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ തോന്നുക, ഈ കുർബാനയിൽ ഞാൻ ഇച്ചിരി ഒരുങ്ങി വേണം. അങ്ങനെ 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാൻ തുടങ്ങി. അത് നന്നായിട്ട് എല്ലാ കുമ്പസാരും നന്നായിട്ട് ഒരുങ്ങി ഓടിപ്പോയി കുമ്പസാരക്കൂട് കാണുമ്പോൾ ഓടിപ്പോയി കുമ്പസാരിക്കാതെ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് കുമ്പസാരിച്ച് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ ചെയ്ത വലിയൊരു മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന്, അതായത് ഓൾറെഡി ഞാൻ ആഷിക ചേട്ടനും നോയൽ ചേട്ടനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, അവരൊക്കെ മുട്ടുകുത്തി നിന്ന് നാവിലാണ് സ്വീകരിക്കുന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ആഗ്രഹം വന്നായിരുന്നു, ഞാനൊക്കെ എന്തുവാ ദൈവമേ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ദൈവത്തെ അവഹേളിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഈ കരുണയുടെ പുസ്തകത്തിലെ ഈ ഒരു സന്ദേശവും എല്ലാം വായിച്ചതിന് ശേഷം ഞാനപ്പോൾ അങ്ങനെ എന്തായാലും ഉറപ്പിച്ചു, വിശുദ്ധ കുർബാന ഇനി നാവിലേ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുന്ന പള്ളിയിൽ ഓൾറെഡി നമുക്ക് മുട്ടുകുത്തിന്ന് അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. ഒരു അമ്മച്ചിയുണ്ട്, ഒരു പ്രായമുള്ളൊരു അമ്മച്ചി മുട്ടുകുത്താൻ പോലും വയ്യ, പക്ഷെ ഒരു വിധത്തിൽ അമ്മച്ചി പിടിച്ച് മുട്ടുകുത്തി നിന്ന് കുർബാന സ്വീകരിക്കും. അപ്പം അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു മുട്ടുകുത്തിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പം ഞാൻ മുട്ടുകുത്തിന്ന് നാവിൽ കുർബാന സ്വീകരിക്കാൻ തുടങ്ങി. അപ്പം അതായത് നമ്മൾ ആ വിശുദ്ധ കുർബാനയോട് ഒരു ആദരവ് കാണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശുദ്ധ കുർബാന അനുഭവമായി മാറാൻ തുടങ്ങും. ഈശോനാഥ് പറയുന്നതോട് തന്നെയാണ്, നമ്മൾ അതിനോടൊരു ആദരവ് നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുന്നതനുസരിച്ച് നമുക്ക് വിശുദ്ധ കുർബാന അതനുസരിച്ചൊരു അനുഭവമായിക്കൊണ്ട് ഇങ്ങനെ കൂടി വരും. പിന്നെ ഞാൻ അറിയാം അധികം നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നാട്ടിൽ പോയി, ഡിസംബറിൽ നാട്ടിൽ ചെന്നതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെ എനിക്ക് എൻ്റെ പള്ളിയിൽ മമ്മി പോകും. അപ്പം ഞാൻ കൊച്ചുമായിട്ട് ഉള്ളതുകൊണ്ട് കൊച്ചിനെ നോക്കി നിൽക്കും. എന്നിട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ 11 മണി സമയത്തൊക്കെ മാന്നാനം ചർച്ചിലൊക്കെ കുർബാനയുണ്ട്. വണ്ടി ഓടിച്ച് കുറച്ച് ദൂരം പോകണമെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചസമയത്ത് എവിടെയെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരിക്കും. അതായത് കുർബാനയിൽ പങ്കെടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് തന്നെ കുർബാന മിസ് ചെയ്യാൻ തോന്നുന്നില്ല. വീണ്ടും കുർബാനയ്ക്ക് പോകാൻ തോന്നുവാണ്. പിന്നെ പല വിചാരം ഉള്ളത് നമ്മൾ പയ്യെ കുറഞ്ഞു വന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഞാൻ പല രീതിയിൽ മനസ്സിലാക്കി, മീൻസ് പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞതും അതുപോലെ പലരും പറഞ്ഞതും മനസ്സിലാക്കിയിട്ട് ഞാൻ ജപമാല ചൊല്ലി കൂടുതൽ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അപ്പം നമ്മൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, പല വിചാരം കൂടാതെ ഏറ്റവും ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങുവാണെങ്കിൽ മാതാവിനൊപ്പം ഈശോയുടെ ജീവിതം ധ്യാനിക്കുന്നതാണ് പരിശുദ്ധ ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാം. നമ്മൾ എന്തുമാത്രം ഒരുങ്ങുന്നോ അതനുസരിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയിലോട്ട് കിടക്കാൻ നോക്കി. അപ്പം കുറച്ച് പല വിചാരം വരുന്നത് ഒരുപാട് കുറഞ്ഞു. ഭക്തിപൂർവ്വം, അതായത് കുറച്ച് സെക്കൻഡുകൾക്കും എല്ലാം നമ്മൾ ഇങ്ങനെ വിട്ടുപോകുമായിരിക്കും. എന്നാലും പെട്ടെന്ന് തന്നെ വിശുദ്ധ കുർബാനയിലേക്ക് വീണ്ടും നമുക്ക് വന്ന് ആ കുർബാനയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കാൻ തുടങ്ങി. പിന്നെ നാട്ടിൽ ചെന്നപ്പോഴത്തേന്
നാവിൽ കുർബാന സ്വീകരിക്കും. പക്ഷേ ഇപ്പം എൻ്റെ ചർച്ചിലൊക്കെ എന്ന് വെച്ചാൽ അച്ഛൻ വിശുദ്ധ കുർബാന കൊടുക്കുമ്പം ടേബിളിൽ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ടേബിളിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മുട്ടുകുത്തി നിൽക്കാനുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ എനിക്ക് മുട്ടുകുത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ചില സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പം ഈ തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ പുറകെ നിന്ന് നമ്മൾ എത്തിക്കുത്തിയായിരിക്കും സ്വീകരിക്കുന്നത്. അന്നേരം നമുക്ക് നാവി സ്വീകരിക്കാൻ പറ്റുള്ളൂ, അവിടെ മുട്ടുകുത്തി നിൽക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പം ഞാൻ എവിടെയൊക്കെ എനിക്ക് മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ മാക്സിമം ഞാൻ ശ്രമിക്കും മുട്ടുകുത്താൻ. നടന്നില്ല, അത് എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതിരുന്നാൽ മാത്രമേ ഉള്ളൂ മുട്ടുകുത്താതെ നാവി സ്വീകരിക്കുള്ളൂ. അപ്പം ഇങ്ങനെ മാറ്റം വരുത്തിയപ്പം എനിക്ക് തന്നെ കുർബാന കുറച്ചുകൂടി അനുഭവം തുടങ്ങി. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ നേരത്തെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകൊണ്ടൊക്കെയാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അത് നാട്ടിൽ വെച്ചും പോകുമായിരുന്നു. ഇവിടെ പിന്നെ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ പറയണ്ടല്ലോ. അതായത് ഞാൻ മമ്മിയോട് പറയും, സായിപ്പും മദാമയും ഒക്കെ പ്രാർത്ഥിച്ച ഈശോ കേൾക്കും, പിന്നെ ഈ ഡ്രസ്സിൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഇത് കാണുന്നവരുടെ കുഴപ്പമാണ്, ഇത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് എൻ്റെ കുഴപ്പമല്ല കാണുന്നവരുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ എൻ്റെ ഡ്രസ്സിങ് രീതി സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് പോകും, ഷോൾ ഇടാതെ. അതായത് നാട്ടിൽ വെച്ച് ഷോൾ ഉപയോഗിക്കാറുണ്ട്, ഇവിടെ വന്നപ്പോൾ ഷോളും പോയി, ഷോൾ ഇടാതെ പോകും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിങ് ഭയങ്കര ബോറായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്നേ കണക്കായിരുന്നു. നാട്ടിൽ വെച്ച് ഇതുപോലൊക്കെ തന്നെ നമ്മൾ സ്ലീവ്ലെസ് ചുരിദാർ ആണെങ്കിൽ പോലും സ്ലീവ്ലെസ് ചുരിദാറാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കുർബാനയിൽ പങ്കുകൊള്ളു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നുക, ഞാൻ ഈശോ, അതായത് ഞാൻ കുറച്ചുകൂടെ മാറ്റം വരുത്തണം. അല്ലെങ്കിൽ കുർബാന കാണുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇതുകൊണ്ട് മറ്റൊരാൾക്കൊരു ഇടർച്ച വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് നമ്മൾ കാരണം ഇടർച്ച വരുന്നതോ പാപം. പിന്നെ കുർബാനയുടെ സമയത്ത് അവരുടെ കുർബാനയെ ഇത് ശല്യപ്പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ കുർബാനയെ ബാധിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഡ്രസ്സിങ് ആംഗിൾ ഇങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള ചിന്താഗതി, അതായത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി കുർബാനയിൽ പങ്കുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വരുക ആ ഒരു പാപബോധം. ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പോലും നമുക്ക് ആ പാപബോധം തോന്നി തുടങ്ങി. ഇത് കുഞ്ഞു കാര്യമല്ല, ഞാൻ പറഞ്ഞത് കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു പാപമാണ്, അത് വെച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കരുതെന്നുള്ളൊരു ബോധ്യം തോന്നി തുടങ്ങി. അങ്ങനെ നാട്ടിൽ വെച്ച് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടു. ഏതോ ഒരു 1-2 ദിവസം ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത ദിവസം, തിരിച്ച് ഓസ്ട്രേലിയക്ക് ട്രാവൽ ചെയ്ത ദിവസവും അങ്ങനെ 1-2 ദിവസം മാത്രം മിസ്സായി. ഇവിടെ ഓസ്ട്രേലിയ തിരിച്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ എത്തിയതിന് ശേഷം ഞാൻ വീണ്ടും വന്ന ദിവസവും എനിക്ക് കുർബാന മിസ്സായിപ്പോയി. അതിനുശേഷം എല്ലാ ദിവസം പോയി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് രാവിലെ എന്തോ അലാം അടിക്കാഞ്ഞിട്ടോ എന്തോ കാരണം കൊണ്ട് ഞാൻ എണ്ണീറ്റില്ല. തലേ ദിവസം ഒത്തിരി താമസിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത്, എണ്ണിക്കാൻ പറ്റിയില്ല. അന്ന് ഈവനിങ്ങിൽ പോകാമെന്ന് കരുതി ഞാൻ പോകുന്ന പള്ളിയിൽ ആ ദിവസം കുർബാന ഇല്ലായിരുന്നു. പക്ഷേ കുറച്ചൊരു 10-17 കിലോമീറ്റർ അപ്പുറം ഒരു പള്ളിയിൽ ഈവനിങ് പോകാമെന്ന് കരുതിയിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ഈവനിങ്ങിൽ പോകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്നിട്ട് അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി എന്ത് വന്നാലും വിശുദ്ധ കുർബാന മുടക്കത്തില്ല. അതായത് ആ ആഗ്രഹം, നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള ആഗ്രഹം നോക്കി എന്തുമാത്രം ഏത് രീതിയിലോട്ട് മാറിയെന്ന്. അതായത് എന്നോട് ഒരാളിപ്പോൾ പറയുവാണ്, നീ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകരുത്, പോയാൽ നിന്നെ ഇന്ന് കൊല്ലും, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാൻ നീ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ എന്നെ കൊന്നോ എന്നാലും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമെന്ന് പറയും. ആ ഒരു രീതിയിലോട്ട് പറയാനുള്ള രീതിയിൽ എന്നെ വിശുദ്ധ കുർബാന മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാം. അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുണ്ടായ മാറ്റമാണ്. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാനങ്ങനെ വിശുദ്ധ കുർബാന നാവിലും അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് നാവിൽ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ വിശുദ്ധ കുർബാന വർഷങ്ങളായിട്ട് അവിടെ കയ്യിലാണ് വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഈ മുട്ടുകുത്തി നാവിൽ സ്വീകരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നീ വെറുതെ ഷോ കാണിക്കുന്നവരെ മുട്ടുകുത്താന്ന് പറഞ്ഞ് നാവി സ്വീകരിച്ച് മുട്ടുകുത്തണ്ട, കാരണം അവിടെയുള്ള എല്ലാവരും കയ്യിലാണ് സ്വീകരിക്കുന്നത്. അപ്പം ഞാൻ പോയി മുട്ടുകുത്തി നാവി സ്വീകരിക്കുമ്പം അവരുടെ മുമ്പിൽ അവർക്ക് അപ്പം തോന്നും ഈ പെങ്കൊച്ചെന്നെ കാണിക്കുന്ന ഷോ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് സാല അവരങ്ങനെ വിചാരിച്ചോട്ടെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, അവരങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. മുട്ടുകുത്താനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് നാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് സ്വീകരിച്ചത്. പക്ഷേ എൻ്റെ മദറും സിസ്റ്ററും ഒക്കെ അവർ നാവിൽ സ്വീകരിച്ച് മുട്ടുകുത്തിയില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പള്ളിയിലുള്ള എല്ലാവരും നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നീ ഇടയാക്കണം. നീ വിചാരിച്ച എന്താ നടക്കാത്തത്? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ്. എനിക്കറിയില്ല എത്ര ആൾക്കാർ ഈ പള്ളിയിലുള്ള എത്ര ആൾക്കാർ ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുവാണ്, ഈ പള്ളിയിലുള്ള എല്ലാവരും വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കാനുള്ള കാര്യം നീ ചെയ്യണം, പ്ലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു.
അതിനുശേഷം ഞാൻ അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സിസ്റ്റർ പറയാ, ആ പള്ളിയിൽ വിശുദ്ധ കുർബാന കുറേ വർഷങ്ങളായി കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിനുള്ള റീസൺ അവർ പറഞ്ഞിരുന്നത് എങ്ങാണ്ട് വീഞ്ഞിൻ്റെ ഷോർട്ടേജ് എങ്ങാണ്ടായിരുന്നു എന്ന്. അപ്പം വീഞ്ഞിൻ്റെ ഷോർട്ടേജ് മാറി ഇപ്പം അവർക്ക് വിശുദ്ധ കുർബാന നാവിൽ കൊടുക്കാൻ തുടങ്ങി. അതായത് വീഞ്ഞ് അവർക്ക് അവൈലബിൾ ആയിന്ന്. എന്ത് റീസണും ആയിക്കോട്ടെ, വിശുദ്ധ കുർബാന നാവിൽ അവിടെ, അതായത് ആ പള്ളിയിലുള്ള എല്ലാവരും ഇപ്പോൾ വിശുദ്ധ കുർബാന നാവിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതായത് വീഞ്ഞിൽ മുക്കി വിശുദ്ധ കുർബാന നാവിൽ കൊടുക്കുന്നു. അപ്പം ഞാൻ പറയണത്, ഇപ്പം ഞാൻ ഈ ഓസ്ട്രേലിയയിൽ പോകുന്ന ചർച്ചിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പള്ളിയിലുള്ള എല്ലാവരും വിശുദ്ധ കുർബാന നാവിൽ, അതായത് അവിടെ 3 രീതിയിൽ സ്വീകരിക്കുന്നവരുണ്ട്, പക്ഷെ എല്ലാവരും തന്നെ നാവിൽ സ്വീകരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഒരു ദിവസം ഈശോ അത് നടത്തും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ എല്ലാവരോടും അടുത്ത് പറഞ്ഞു കൊടുക്കുക, വിശുദ്ധ കുർബാന ഒരു കാരണവശാലും കയ്യിൽ സ്വീകരിക്കരുത്. നമ്മൾ സന്ദേശങ്ങളിൽ കേട്ടല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നമ്മുടെ കൈ അയോഗ്യത ഉള്ളത് കൊണ്ടല്ല. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർത്തുണ്ട്, ശരിയല്ലേ, കയ്യിൽ തന്നെ നമ്മൾ എവിടെയൊക്കെയോ ഒക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ നെറ്റെ പിടിക്കുന്നു, ഉടുപ്പേ പിടിക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ബെഞ്ചിൽ പിടിക്കുന്നു. നമുക്ക് കയ്യിൽ പൊടിയൊക്കെ പറ്റാം അല്ലേ, നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. കൈ അശുദ്ധമാവുമെന്ന് ചോദിച്ചാൽ അശുദ്ധമാവുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുന്നു കൈ അയോഗ്യ ആയതുകൊണ്ടല്ല, ഈശോയെ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്, നമുക്കത് എങ്ങനെ സ്വീകരിക്കണം അറിയാൻ മേലാത്തതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, വിശുദ്ധ കുർബാന നിങ്ങൾ നാവിൽ സ്വീകരിക്കണം. അതായത് ഇപ്പം ഞാൻ പോകുന്ന മലയാളം മാസത്തിന് പോകുന്ന പള്ളിയിൽ 99% ആൾക്കാരും വിശുദ്ധ കുർബാന കയ്യിലാണ് സ്വീകരിക്കുന്നത്. പക്ഷെ ഞാൻ നമ്മൾ നാവ് നീട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ നാവിൽ നമുക്ക് തരും. അപ്പം ചില സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ആഷിഖികളെന്നൊക്കെ പറഞ്ഞത്, നാവ് നീട്ടുമ്പം കൈ നീട്ടുന്ന പറഞ്ഞ് കയ്യിൽ കൊടുക്കുന്ന അച്ഛന്മാർ. അങ്ങനെയുള്ള അച്ഛന്മാരോട് നമുക്ക് പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിൽ തട്ടിക്കയറാനോ അല്ലെങ്കിൽ വഴക്ക് പിടിക്കാനോ പറ്റില്ല. അച്ഛനോട് പേഴ്സണലി ചോദിക്കാം, അച്ഛൻ നാവി തരാവോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അച്ഛൻ ആ ബോധ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് പബ്ലിക്കായിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാനോ അവരോട് ദേഷ്യപ്പെടാനോ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അതിന് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പോകുന്ന പള്ളിയിൽ വിശുദ്ധ കുർബാന കയ്യിലാണ് കൊടുക്കുന്നതിൽ കയ്യിൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയെ, ഇവിടെ എല്ലാവരും വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കുന്ന രീതിയിലോട്ടാവണം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ സമയത്തെത്തുന്നത്. എൻ്റെ കേസ് ഞാൻ പറയാം, ഞാൻ മിക്കവാറും ചിലപ്പോൾ താമസിക്കുമായിരുന്നു. കുർബാന ചിലപ്പം കുറച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതായത് കുർബാനയ്ക്ക് നേരത്തെ എത്തണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്ത് അങ്ങനെ ചെയ്യുക അതില്ലായിരുന്നു. അതായത് നമ്മൾ മാക്സിമം ശ്രമിക്കും, കുർബാന ഇന്ന സമയത്താണ്, അതനുസരിച്ച് റെഡിയാകും. പക്ഷെ ചെല്ലുമ്പോഴേക്കും കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം, അതായത് കുർബാനയ്ക്ക് പോയി തുടങ്ങി ആദ്യം ഇടയ്ക്കൊക്കെ 1-2 തവണ ഇതുപോലെ ജസ്റ്റ് ട്രാഫിക് കൊണ്ടും കാര്യം കൊണ്ടും എനിക്ക് കുർബാന ജസ്റ്റ് തുടങ്ങിപ്പോയിട്ടുണ്ട്. അത് എനിക്ക് അതുപോലെ വിഷമം വന്നിട്ട് ഞാനിത് പറഞ്ഞ് കുമ്പസാരിച്ചു. ശരിക്കും കുർബാനയ്ക്ക് ലേറ്റ് ആവുന്നത് നമ്മൾ അലസത എന്ന് പറയുന്ന ഒരു മൂലപാപത്തിലും, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് പറയുന്ന പ്രമാണത്തിനും തെറ്റിക്കുന്നതിന് തുല്യമാണ്. ആ എരുവാറ്റിയിൽ പോയപ്പോഴത്തേനും ഞാൻ കുമ്പസാര സഹായിയുടെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ മുമ്പത്തെ വീഡിയോയിൽ, ഞാൻ ആ കുമ്പസാര സഹായി വെച്ചിട്ടാണ് ഇപ്പം കുമ്പസാരത്തിന് ഒരുങ്ങുന്നത്. അത് നോക്കുമ്പോൾ നമ്മൾ പാപമേ അല്ലെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളും അതൊക്കെ പാപമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഇരിക്കും, എനിക്ക് എന്ത് പാപം ഉള്ളതെന്നൊക്കെ, അത് തന്നെ ഒരു വലിയ പാപമാണ്. അപ്പം ആ കുമ്പസാര സഹായി വെച്ച് ഒരുങ്ങുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ കുർബാനയ്ക്ക് ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് കുമ്പസാരിക്കണം. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം കുർബാന മിസ് ചെയ്യരുത്. ഒരു കാരണവശാലും ഞായറാഴ്ച നിങ്ങൾ കുർബാന മിസ് ചെയ്യരുത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഡാനിയൽ അച്ഛൻ പറയുന്നത് കേട്ടതാണ്, നമ്മൾ ഒരു ഞായറാഴ്ചയിൽ കുർബാന മിസ് ചെയ്തു, നെക്സ്റ്റ് സൺഡേയിൽ നമ്മൾ പോകുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരു ഞായറാഴ്ച മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച പോകുന്നതിന് മുമ്പ് നമ്മൾ കുമ്പസാരിച്ച് അത് പറഞ്ഞതിന് ശേഷമേ നെക്സ്റ്റ് സൺഡേയിൽ പോയി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാവുള്ളൂ. അതായത് നമ്മൾ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറയുന്നത്, വേറൊരു അച്ഛൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ബ്ലാക്ക് മാസുകാർ ഈ വിശുദ്ധ കുർബാന ഏതൊക്കെ രീതിയിൽ അവഹേളിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് നമ്മൾ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിക്കുന്നതും ഈശോയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ യോഗ്യതയോടുകൂടി കുമ്പസാരിച്ച് ഒരുങ്ങി മാരകപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുമ്പസാരിച്ചായിരുന്നു, ഒരാഴ്ച മുമ്പ് കുമ്പസാരിച്ചായിരുന്നു, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ പാപം ചെയ്തൊരു മാരകപാപം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കുമ്പസാരിച്ചിട്ട് പിന്നെ കുർബാനയിലേക്ക് കിടക്കാവുള്ളൂ. അപ്പം ഞാൻ നേരത്തെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുമായിരുന്നു. ഇപ്പം എല്ലാ ആഴ്ചയിലും ഞാൻ കുമ്പസാരിച്ചിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോവുള്ളൂ.
അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ച കുമ്പസാരിച്ചു, നമ്മൾ അതിനുശേഷം എന്തെങ്കിലും ഒരു മാരകപാപമാകുന്ന രീതിയിൽ ഒരു പാപം ചെയ്തെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ടത്, വീണ്ടും പോയി കഴിഞ്ഞ ഒരാഴ്ച ആയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോയി കുമ്പസാരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത്. അങ്ങനെ ഒരു മാരകപാപം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുമ്പസാരക്കൂട്ടിലൂടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോവാം. നമ്മൾ എത്ര തവണ പറഞ്ഞാലും ഈശോയെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അനുദപിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഈശോ നമ്മളോട്, അതായത് വൈദിക സ്ഥാനത്ത് ഈശോ തന്നെയാണ്, നമ്മളെ വഴക്ക് പറയുകയോ ഒന്നും നമുക്കെതിരെ ഒരു മുഖം കറുപ്പിക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് കുമ്പസാരക്കൂടെന്ന് പറയുന്നത് എന്തൊക്കെ രീതിയിൽ നമ്മുടെ കുമ്പസാരത്തെ അവഹേളിക്കുന്ന രീതിയിൽ സിനിമയിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു അച്ഛൻ കേട്ടതാണ് ഇവിടെ, ഏതൊക്കെ രീതിയിൽ കുമ്പസാരത്തെ അവഹേളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിശുദ്ധ കുമ്പസാരം എന്നുള്ള കാര്യത്തെ ഇതുവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നിന്ന് പോകാനോ ഇടയാക്കിയിട്ടുണ്ടോ? ഇതനുസരിച്ച് അവഹേളിക്കുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാർ കുമ്പസാരക്കുള്ളിലോട്ട് ഓടി അണയത്തേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാർ, എത്ര സ്വഭാവത്തിൽ പ്രശ്നമുള്ള അച്ഛന്മാരായിക്കോട്ടെ, കുമ്പസാര രഹസ്യം പുറത്ത് വിട്ടെന്നുള്ളൊരു പ്രശ്നമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്രയ്ക്കും പരിപാവനമായിട്ട് ഈശോ ആ കുമ്പസാരം എന്നുള്ള കൂദാശേനെ കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് കുമ്പസാരക്കൂടിലോട്ട് പോകാൻ നമ്മൾ മടി കാണിക്കുന്ന അച്ഛൻ വീണ്ടും 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 ഏറ്റു പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത പ്രസംഗം. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈശോ പറഞ്ഞൊരു കാര്യമാണ് അൽമായർ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിലത് കാണത്തില്ല, പക്ഷേ ഇന്ത്യക്ക് പുറത്ത് സർവ്വസാധാരണമാണ്. ഞാൻ പോകുന്ന 2 പള്ളിയിലും അതുണ്ട്. ദുബായിലും ഈ സംഗതി നിങ്ങൾക്ക് കാണാൻ പറ്റും, അൽമായർ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇത് തെറ്റാണ്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചേഞ്ചസ് ഒക്കെ കത്തോലിക്ക സഭയിൽ വന്നെന്നുള്ളത്? അതായത് ഈ ഇലുമിനാറ്റി, ഫ്രീമേസണറി പോലുള്ള സംഘടനയിൽ അംഗത്വമുള്ള നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ചില കർദിനാളന്മാരും ബിഷപ്പുമാരും വൈദികരും അൽമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതായത് ഒരു 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു ബാഗ് കളഞ്ഞു കിട്ടി. ആ ബാഗിൻ്റെ ഓണർ ആരാന്നറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു രേഖ കിട്ടി. ഒരു 33 അജണ്ടകൾ അടങ്ങിയ ഒരു പ്ലാൻ ആയിരുന്നു ഇത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീമേസണറി സംഘടന തയ്യാറാക്കിയിരിക്കുന്ന അവരുടെ സംഘടനയിലുള്ള ബിഷപ്പുമാർക്കും കർദിനാളന്മാർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള 33 അജണ്ടകൾ കത്തോലിക്ക സഭയെ തകർക്കാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ തലയിൽ ഷോളിടാത്തത്, വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തെ ആദരിക്കാതെ തിരിഞ്ഞുനിന്ന് ജനങ്ങളെ ആദരിക്കുന്നത്, അൽമായർ വിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത്, സ്ത്രീകൾ പൗരോഹിത്യത്തിലേക്കും അല്ലെങ്കിൽ ബലിയുടെ ശുശ്രൂഷകളിലേക്കും കടന്നു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഇവരുടെ പ്ലാനിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതൊക്കെ അതിൻ്റെ ഭൂരിഭാഗവും അത് ഓൾറെഡി അവർ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മളിനി കാണും. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ കയറി കൂടിയിട്ടുണ്ട് ലൂസിഫറും അവരുടെ കൂട്ടാളികളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിത് ഈ സംഭവം എന്താണെന്ന് നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിച്ചാലേ അതിനുള്ള സംഭവം മാറ്റാനുള്ള കാര്യം ദൈവം ചെയ്യത്തുള്ളൂ. നമ്മളത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂടെ തന്നെ ചെയ്യണം. പിന്നൊരു കാര്യമുണ്ട്, ഇവരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കത്തോലിക്ക സഭേനെ എന്തൊക്കെ രീതിയിൽ ചെളിവാരി എറിഞ്ഞാലും എന്തൊക്കെ രീതിയിൽ നശിപ്പിക്കാനുള്ള പ്ലാനുമായിട്ട് വന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി അതിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷേ ഈശോയുടെ സെക്കൻഡ് കമ്മിങ് വരെ കത്തോലിക്ക സഭ അവിടെ ഉണ്ടാവും. ഒരു മനുഷ്യനത് നശിപ്പിക്കാൻ, ആർക്കും അത് നശിപ്പിക്കാൻ പറ്റില്ല. അത് കത്തോലിക്ക സഭയുടെ ആരാണ്? കത്തോലിക്ക സഭയുടെ തലയെന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ് അതിൻ്റെ ശിരസ്. ഓക്കെ, ഈശോയുടെ സഭയാണ്. എന്തൊക്കെ വിചാരിച്ചാലും കത്തോലിക്ക സഭ നശിക്കത്തില്ല. ഈശോയുടെ സെക്കൻഡ് കമ്മിങ് വരെ അതേപടി ഉണ്ടാകും. പ്രശ്നങ്ങൾ നടക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സഭയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ പ്രാർത്ഥിക്കണം. വൈദികർക്കും മാർപ്പാപ്പയ്ക്കും അതുപോലെ ബിഷപ്പുമാർക്കും കർദിനാളന്മാർക്കും എല്ലാം ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാന ഭയങ്കര വലിയ അനുഭവമായി മാറും. ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നമുക്കത് അനുഭവിക്കാൻ പറ്റും. നമ്മൾ വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിക്കുന്ന
ആദരവ് അല്ലെങ്കിൽ നമ്മളത് എന്തുമാത്രം യോഗ്യതയോടെ അതിൽ പങ്കുകൊള്ളുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ അപ്പച്ചന്മാരും ചില അമ്മച്ചിമാരും ഒക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് വിശുദ്ധ കുർബാന അത്ര മുടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ തീവ്രമായിട്ട് ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. അത് നമ്മൾ പോയി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം കഴിയുന്നത്ര നിങ്ങൾക്ക് രാവിലെ പറ്റത്തില്ലെങ്കിൽ വൈകുന്നേരം പറ്റത്തില്ലെങ്കിൽ രാവിലെ, എൻ്റെ സാഹചര്യമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്നറിയാം, എങ്കിലും ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഉള്ള വിശുദ്ധ കുർബാന മുടക്കരുത്. വിശുദ്ധ കുർബാന നിങ്ങൾക്ക് വലിയൊരു അനുഭവമായിരിക്കും. നിങ്ങൾക്ക് അത് ഏറ്റവും വലിയ ദൈവം നന്നായിരിക്കും. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈശോയുടെ തിരുശരീരങ്ങൾ ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും, നമ്മുടെ ആത്മാവ് മരിക്കും, നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. ഇനി അങ്ങോട്ട് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കണമെങ്കിൽ പിന്നീട് കുറച്ച് നാളോടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ബാറ്ററിയിൽ ഇത് ചാർജ് ശേഖരിച്ച് വെക്കുന്ന പോലെ നമ്മൾ ഇപ്പോഴുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പ്രൈസ് ദി ലോർഡ്.